ഒളിച്ചുകളി. ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിപ്പിച്ചു വെക്കലുണ്ട്. അത് കണ്ടെത്താൻ രസകരമാണ്. ആരെക്കുറിച്ചാണ് ഈ കവിത? കണ്ടെത്തൂ. അപ്പം നമുക്കൊന്ന് നോക്കാം. കുമാരനാശാന്റെ പുഷ്പവാടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് ഇവിടെ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴു വിചിത്രരൂപനാരിവൻ. അപ്പോൾ കവി അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് കവിത അവസാനിക്കുന്നത്. അപ്പോൾ ഈ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ കൂട്ടുകാരെ? നമുക്കൊന്ന് ആശയം നോക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ. എന്താ തരു എന്ന് പറഞ്ഞാൽ? തരു എന്ന് പറഞ്ഞാൽ മരങ്ങളിലെ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ. ആ മരത്തിൻ്റെ ശാഖയിൽ, തളിർത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും. അപ്പം എന്താ, നാല് ഭാഗത്തായിട്ട് എന്താ നൂല് പോലെ, എന്താ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ ഇങ്ങനെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി. എന്താ, കുളത്തിൽ അത് സൂര്യബിംബം പോലെ കാണുന്നു. എന്താണ് ആ നൂല് പോലെ ഇങ്ങനെ കാണുന്നത്? വെളുത്ത കണ്ണി വച്ചെഴും വിചിത്രരൂപനാരിവൻ. ആരാണിവൻ? നമുക്ക് നോക്കാം. വെളുത്ത വല വിരിച്ച് കാറ്റിലാടുന്ന വിചിത്ര രൂപമുള്ള ഇവൻ ആരാണെന്നാണ് കവി ചോദിക്കുന്നത്. കൂട്ടുകാർക്ക് ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇത് ആരായിരിക്കും ഒളിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ തന്നെ കവിതയ്ക്ക് എന്ത് പേരാണ് ഇവിടെ ഇടാൻ പറ്റുകയെന്ന് ടെസ്റ്റ് കാണാം. കവിതയിൽ നിന്നും കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചതെന്നും കൂടി കൂട്ടുകാർ പറയുകയും വേണം. നമുക്കൊരു സൂചന വെച്ചിട്ട് ആരായിരിക്കും നൂല് കൊണ്ട് ഇങ്ങനെ എപ്പോഴും കോർത്ത് ഇങ്ങനെ മരത്തിൻ്റെ അടുത്തും ചില്ലകളിലൊക്കെ ഇങ്ങനെ കാണുന്നത് ആരായിരിക്കും? എട്ടുകാലി ആയിരിക്കാനല്ലേ സാധ്യത? എട്ടുകാലി.